ഇന്ത്യയിലുള്ള ഇസ്ലാം അല്ല ഇന്തോനേഷ്യയിലുള്ള ഇസ്ലാം, മൊറോക്കോയിലുള്ള ഇസ്ലാം. ഇപ്പം നമ്മളിവിടെ പാട്രിയാർക്കലായിട്ടുള്ളൊരു ഇസ്ലാം എന്ന് പറയുമ്പോൾ മാട്രിയാർക്കലായിട്ടുള്ളൊരു ഇസ്ലാം അപ്പുറത്ത് കാണുന്നുണ്ട്. ഇപ്പം ഇന്ത്യൻ ഓഷ്യൻ സ്റ്റഡീസിൽ തന്നെ മാട്രിലീനിയൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റഡി തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ തന്നെ തീരദേശ പ്രദേശങ്ങളിൽ, കണ്ണൂരിൽ, തലശ്ശേരിയിൽ, പൊന്നാനിയിൽ, ഈ പറഞ്ഞ പോലെ ഇന്തോനേഷ്യയിൽ, ആഫ്രിക്കയുടെ മറ്റു പല ഭാഗങ്ങളിലൊക്കെ മരുമക്കത്തായ സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട്. അവിടെയുള്ള വിവാഹത്തിൻ്റെ കോൺസെപ്റ്റ് വേറെയാണ്, സ്വത്തിൻ്റെ കോൺസെപ്റ്റ് വേറെയാണ്, ഈ പറഞ്ഞ പരമ്പരാഗതമായിട്ടുള്ള സ്വത്ത് കൊടുക്കുന്നതിൻ്റെ കോൺസെപ്റ്റ് വേറെയാണ്, ഇതൊക്കെ വേറെയാണ്. അതും ഇസ്ലാമാണ്. ഇതും അതേ മതമാണ്, അതും അതേ മതമാണ്. ഹൗ ഇസ്ലാമിക് ഈസ് യുവർ ഇസ്ലാം എന്നുള്ളത് നമ്മളിടേണ്ടൊരു സാധനമല്ല, അത് പഠിച്ചുകൊണ്ടിടേണ്ടൊരു സാധനമാണ്. അപ്പം പല സ്ഥലങ്ങളിൽ പല രൂപത്തിൽ എന്നാൽ കോർ കണ്ടൻറ്റ് ഒന്നായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് ഇസ്ലാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ വ്യത്യാസങ്ങളുണ്ട്. ആ ഡൈവേഴ്സിറ്റിയിൽ ഒരു യൂണിറ്റി ഉണ്ട്. ആ യൂണിറ്റി ഒരു കോർ കണ്ടൻറ്റാണ്. ആ കോർ കണ്ടൻറ്റാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ജീവിത വീക്ഷണം എന്നുള്ളത്. അതിനെ ചെറുതാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. നജ്മ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പം നമ്മൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ സ്ത്രീ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടവളാണ്. അതുകൊണ്ടാണല്ലോ സ്വത്ത് വിഭജിക്കുമ്പോൾ പോലും സ്ത്രീക്ക് കുറവ് കൊടുക്കുന്നതിന്റെ റീസൺ നജ്മ പറഞ്ഞത് പുരുഷനാൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരാളാണ് സ്ത്രീ എന്നുള്ള ബേസിക് കോൺസെപ്റ്റിലാണ് അതുള്ളത്. ആ വീക്ഷണകോണിൽ നിന്നിട്ടാണ് ഇപ്പൊ ലീഗിലടക്കമുള്ള എല്ലാ നേതാക്കന്മാരും ആ ഒരു പേട്രിയാർക്കൽ മൈൻഡ് സെറ്റ് ആണ് ലീഗിലുള്ളത്. അവിടെയാണ് ഹരിത എന്നൊരു സംഘടന, നിങ്ങളെല്ലാവരും ഈക്വൽ റൈറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഈക്വൽ സേക്ക് വേണ്ടി ആവശ്യം ഉന്നയിക്കുന്നത്. ഈ ഒരു ഇൻഹറന്റ് ആയിട്ട് ഒരു കോൺട്രഡിക്ഷൻ ഫീൽ ചെയ്യുന്നില്ല? അതല്ലേ നിങ്ങൾക്ക് നീതി കിട്ടാതെ പോകുന്നതിന്റെ ഒരു റീസൺ തന്നെ ഈ ഇന്റേണൽ കോൺട്രഡിക്ഷൻ അല്ലേ? അതാ ഞാൻ പറയുന്നത്, ഇത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് പെട്ടെന്നൊരു ഇപ്പം മതം എന്ന് പറയുന്നത് തന്നെ മതത്തിന്റെ ലോജിക്കും അത് പുറത്തു നിന്ന് കാണുന്നവൻ്റെ ലോജിക്കും രണ്ടാണ്. അതൊന്നാവണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. എന്നാൽ അതിൽ രണ്ടിലും ഈ തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക സംസാരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഒരു അളവുകോലിലാവില്ല. പക്ഷേ അതിൻ്റെ ഒരു കോറിൽ അതാണ് ഞാൻ പറയുന്നത്. മതത്തിൻ്റെ ലോജിക്ക് അങ്ങനെ അല്ലാത്തതിൻ്റെ ലോജിക്കുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടവളാണ്, പുറത്തു നിന്ന് വരേണ്ട അങ്ങനെ ഒരു സാധനമല്ല. ഒരു ഉദാഹരണം തന്നെ പറയാം. എന്ന് വെച്ചാൽ ഇപ്പം നബിയുടെ കാലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിനൊക്കെ പോകുന്ന കാലത്ത്, നബീൻ്റെ കാലം എന്ന് പറഞ്ഞാൽ കുറച്ച് ഭയങ്കര പ്രശ്നങ്ങളുള്ള കാലമാണ്, ജാഹിലിയ കാലമാണ്, നമുക്ക് അറിയാത്ത ആൾക്കാരൊന്നുമല്ല. ആ കാലത്ത് സ്ത്രീകളുടെ അസ്തിത്വം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത ചെറിയ സ്റ്റെപ്പുകളാണ്. ചെറിയ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ യുദ്ധത്തിൻ്റെ സമയത്ത് എല്ലാവരും പൂർണ്ണമായി യുദ്ധത്തിൽ നിൽക്കുന്ന സമയത്ത് ഉഹുദ് യുദ്ധത്തിൻ്റെ ഒക്കെ ശേഷമുള്ള കഥകളിൽ പറയുന്നത് നബി യുദ്ധം കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് വരും. അപ്പം ഇങ്ങനെ കളിയാക്കും അത്രേ, സ്ത്രീകളോട് ഭയങ്കര താല്പര്യമുള്ള എന്നുള്ള രൂപത്തിൽ കളിയാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ സംസാരിക്കും. പക്ഷെ അദ്ദേഹം ഒരു മെസ്സേജ് കൊടുക്കാൻ നോക്കുക എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ പോയി അവരെ കെയർ ചെയ്യണം എന്നല്ല, യുദ്ധമുഖത്തും അവരെ ഇറക്കുന്നുണ്ട്. യുദ്ധമുഖത്തും കീപ്പ് ചെയ്യേണ്ട മര്യാദകളെക്കുറിച്ച് യുദ്ധമുഖത്ത് ഒരുമിച്ച് യുദ്ധം ചെയ്തിട്ടുണ്ട്. നബിൻ്റെ കൂടെ തന്നെ യുദ്ധം ചെയ്തിട്ടുണ്ട് സ്ത്രീകൾ. ആയിഷയൊക്കെ ഒറ്റയ്ക്ക് യുദ്ധം നയിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാലോ. ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റയ്ക്ക് യുദ്ധം നയിച്ചു എന്ന് മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. പക്ഷെ അവർ യുദ്ധം നയിച്ച കാലത്ത് യുദ്ധത്തിൻ്റെ എല്ലാവിധ മാന്യതകൾ, അതിൻ്റെ പ്രീ സ്റ്റെപ്സ് ഉണ്ട് കുറേ. അപ്പം യുദ്ധത്തിൻ്റെ മാന്യത ആ സമയത്ത് കാലഘട്ടമൊക്കെ മനസ്സിലാക്കണേ. സ്റ്റെപ്പുകളുണ്ട്. ഒരു സ്ഥലത്ത് ചെല്ലുന്നു, അവിടെയുള്ള പ്രമാണികളെ വിളിച്ചു കൂട്ടുന്നു, സംസാരിക്കുന്നു, ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്കുള്ള സ്കോപ്പ് ഉണ്ടോ നോക്കുന്നു, പള്ളിയിൽ കൂടുന്നു. ഇതൊക്കെ ചെയ്തിട്ടാണ് അവസാനം ഒരു യുദ്ധത്തിലേക്ക് പോകുക. ആയിഷ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തപ്പോൾ കണ്ട എല്ലാ സ്റ്റെപ്പുകളും കഴിഞ്ഞിട്ടാണ് യുദ്ധത്തിലേക്ക് പോയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഈ സ്റ്റെപ്പുകൾ അറിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒപ്പം സഞ്ചരിച്ചിട്ടുണ്ടാവണം, ഒപ്പം നടന്നിട്ടുണ്ടാവണം, കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പം അങ്ങനെയും പൊതു ഇടങ്ങളിൽ നിൽക്കുന്ന ഒരു സ്പേസ് തന്നെയാണ്. അതുകൊണ്ട് ഒരാൾ ചെയ്യുന്നു, ഒരാൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ യുദ്ധം ചെയ്യുന്ന സമയത്ത് തിരിച്ചു പോകുമ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അങ്ങനെ ഒരു സാധനമല്ല.
ഇപ്പം കുടുംബത്തിൻ്റെതായ രസങ്ങൾ ജീവിതത്തിലുണ്ടാവണം, രാഷ്ട്രതന്ത്രങ്ങൾ ജീവിതത്തിലുണ്ടാവണം, ഇതൊക്കെ ഉണ്ടാവണം. അതിലൊക്കെ ഇവരുണ്ട് എന്നായി കാണിച്ചിട്ടുള്ളത്. അല്ലാതെ കേവലം ഇതൊക്കെ കഴിഞ്ഞ് അവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഓരോടെ രാജ്ഞിമാരെ പോലെ സസുഖം വാഴുക എന്നുള്ളതല്ല. ഡ്യൂട്ടി വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഡ്യൂട്ടിയിൽ ഈക്വൽ ഡിഗ്നിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഗ്ലോബലി ഇസ്ലാം ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഉണ്ടല്ലോ. ഇപ്പം ഇറാനിലിപ്പം ഈ ഹിജാബിനെതിരെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഇപ്പം കർണാടകത്തിൽ വേറെ രീതിയിലുള്ള ഹിജാബ് ഇഷ്യൂ വരുന്നു. ഇതിപ്പോൾ നമ്മളുടെ ഒരു എന്താ നമ്മുടെ സ്റ്റാൻസ് ഉണ്ടോ? രണ്ടിലും രണ്ട് അഭിപ്രായങ്ങളാണ് എന്നുള്ളതാണ് എനിക്ക് ക്ലിയർ ആയില്ല. അല്ല, ഇപ്പം അതെ അതെ ഇന്ത്യയിൽ അതെ അതെ അതിന് നമ്മുടെ എന്ന് വെച്ചാൽ ഞാൻ ഒരു വ്യക്തി എന്ന രൂപത്തിൽ വിശ്വാസം അല്ലെങ്കിൽ ഒരാളുടെ ജീവിതശൈലി എന്നൊക്കെ ഉള്ളത് അവരുടെ തെരഞ്ഞെടുപ്പാണ്. അതിൽ കൈകടത്താനുള്ള അവകാശം ആർക്കും ഇല്ല. ഇപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ കൈക്കൊണ്ട നിലപാടുകളെ കുറിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവർക്ക് പറയാം, മതസംഘടനയുടെ നേതൃത്വത്തിലുള്ളവർക്ക് മതത്തിൽ അഭിപ്രായം പറയാം. പക്ഷെ അടിച്ചേൽപ്പിക്കാനുള്ള അവകാശമൊന്നും ആർക്കും ഇല്ല. അത് പഠിച്ചോനും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അത് വ്യക്തിയുടെ തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയിൽ ഹിജാബ് ഇടാൻ വേണ്ടി സമരം നടത്തുന്ന പെൺകുട്ടികളുടെ മതത്തിൻ്റെയും വ്യക്തിഗതവുമായിട്ടുള്ള ചോയ്സിനെ എസെൻഷ്യൽ പ്രാക്ടീസിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ അല്ല എന്ന് താല്പര്യപ്പെടുന്ന ഇറാനിലെ സ്ത്രീകളോട് കൂടെ നിൽക്കാൻ പിന്നെന്താ നമുക്ക് തടസ്സമുള്ളത്? അതങ്ങനെ തന്നെയാണ്. കാരണം സദാചാരത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടുള്ള ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചേൽപ്പിക്കാനോ മനുഷ്യനെ കൊല്ലാനോ ഉള്ള പവറൊന്നും ദൈവം ആർക്കും കൊടുത്തിട്ടില്ല. അത് മതത്തിൻ്റെ പേരിലായാലും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സ്വാതന്ത്ര്യത്തിനൊപ്പമാണ് സ്വാഭാവികമായിട്ടൊരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ നിൽക്കാൻ താല്പര്യപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ്, ഒരു സംശയം. രണ്ടുമാണ്. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലേ? ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് ഞാൻ പറയുന്നത്. മതത്തിന്റെ ലോജിക്കും അല്ലാത്തതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഒരു ലെവലിൽ കഴിഞ്ഞാൽ പിന്നെ തിയററ്റിക്കലായിട്ട് സംസാരിക്കണം. പക്ഷെ അത് അങ്ങനെ ഒരു പ്രാക്ടിക്കൽ ലൈഫില്ലേ, ഹിജാബ് ചോയ്സ് എന്ന് പറഞ്ഞാണ് നമ്മൾ സമരം ചെയ്യുന്നത്. ഹിജാബ് ചോയ്സ് ആണ്. ഹിജാബ് ഈസ് നോട്ട് എ ചോയ്സ്. ചുരിദാർ ചോയ്സ് ആണോ? അല്ല. നിങ്ങളിട്ടിരിക്കുന്ന വസ്ത്രം ചോയ്സ് ആണോ? അതിന്റെ കാര്യം എന്താന്ന് വെച്ചാല് ചോയ്സ് ആവുന്നത് ആർക്കാണ്? ഇത് കേവലമായ ചോയ്സ് ആണ് എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ സമരം ചെയ്യുന്നത്. എസെൻഷ്യൽ ആണ്, എസെൻഷ്യൽ പാർട്ടാണ്. മതത്തിന്റെ തന്നെ എസെൻഷ്യൽ പാർട്ടുകൾ ഒരുപാടുണ്ട്. ഇങ്ങനെ ചെയ്യണം എന്നുണ്ട്. പക്ഷെ അങ്ങനെയേ ചെയ്യാവൂന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അങ്ങനല്ല പടച്ചോന്റെ ലോജിക്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ലോജിക്ക് അതാണ്. അത് അതെ. ടർബൻ ധരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ടർബൻ ധരിക്കാത്തവര് ഈ സിഖ് മതത്തിന് പുറത്താവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഹിജാബ് ധരിക്കാത്ത സ്ത്രീ ഇസ്ലാമിൽ പുറത്താവണ്ടാണ്. ഇപ്പൊ ഇത് ഇസ്ലാമിലുള്ള ഈ യുദ്ധത്തിന്റെ ഷർത്തുകൾ പറയുന്ന സാധനമാണ് ഇസ്ലാമിൽ നിന്ന് പുറത്താവുന്നത്. അതിലൊന്നും ഇത് പറയുന്നില്ല. പിന്നെ എസെൻഷ്യൽ പ്രാക്ടീസ് ആവുന്നത് അത് പറയുന്നു. നോക്കൂ, എസെൻഷ്യൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിസ്കാരം എന്ന് പറയുന്നത് എസെൻഷ്യൽ പ്രാക്ടീസാണ്. സംശയമില്ലല്ലോ. നിസ്കരിക്കാത്ത ഒരാളെ പിടിച്ച് ശിക്ഷിക്കണം എന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നില്ലല്ലോ. ഇല്ല. ഇത് എസെൻഷ്യൽ പ്രാക്ടീസാണ്. അതുകൊണ്ട് അത് അവരുടെ അവകാശമായി വകവെച്ച് നൽകാവുന്നതാണ്. ഇതാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്ന കാര്യം. ഇനിയിപ്പോൾ നിസ്കരിക്കാത്തവനെ ഒരാളെ പിടിച്ചിട്ട് ജയിലിലടക്കണമെന്നോ അല്ലെങ്കിൽ ഇസ്ലാം ഒന്ന് പുറത്താക്കണമെന്നോ ഭരണഘടനയും പറയുന്നില്ല. ഭരണഘടനയുടെ കാഴ്ചപ്പാടിൽ ശരിയാണ്. ഒരു മിനിറ്റ് ലെറ്റ് മീ കംപ്ലീറ്റ് പ്ലീസ്. തട്ടയിടുക എന്നുള്ളത്, തല മറക്കുക എന്നുള്ളത് മതത്തെ സംബന്ധിച്ചിടത്തോളം എസെൻഷ്യൽ പ്രാക്ടീസാണ്. ഒരു ഔറത്ത് പറയുന്നുണ്ട്, സ്ത്രീക്കും പറയുന്നുണ്ട്, പുരുഷനും പറയുന്നുണ്ട്. അത് നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യമാണ്. ഞാൻ ചെയ്യുന്ന പോലെയാണോ എന്ന് ചോദിച്ചാൽ സംശയം ഉണ്ടാവും. മറ്റൊരാൾ ചെയ്യുന്ന പോലെയാണെന്ന് ചോദിച്ചാൽ സംശയം ഉണ്ടാവും. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസം എന്നല്ല, അവിടെയാണ് ഈ പറഞ്ഞ പോലെ ചോയ്സ് കൊടുക്കുന്നത്. ഇനി അത് പിന്നെ ഞാനും പടച്ചോനും തമ്മിലുള്ള കാര്യം. അതുവരെ
നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് അത് അയാൾക്ക് ചെയ്യാം എന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നു. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ശിക്ഷിക്കാനുള്ള സ്കോപ്പൊന്നും ഭരണഘടനയിലില്ല. അങ്ങനെ ചെയ്യണോ ചെയ്യണ്ടയോ എന്നുള്ളത് വ്യക്തിയുടെ ചോയ്സാണ്. ആ ചോയ്സിന് വേണ്ടി, ആ നിർബന്ധിതമായ മതാചാരത്തിന് വേണ്ടി, ഇത് രണ്ടും ഒരുമിച്ചാണ്. അത് രണ്ടും രണ്ട് സ്പേസിൽ കൊണ്ടുപോയി വെക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. അത് രണ്ടും ഒരുമിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി സംസാരിക്കുമ്പോൾ എസെൻഷ്യൽ പ്രാക്ടീസിന് വേണ്ടിയാണ്, അതേസമയം ചോയ്സിന് വേണ്ടിയാണ്. ഞാൻ ചിലപ്പോൾ ഞാൻ പറഞ്ഞത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി പോയതുകൊണ്ടായിരിക്കും. ഞാൻ ഒന്നും കൂടി ക്ലിയർ ചെയ്യാൻ വേണമെങ്കിൽ അതിലെനിക്ക് സംശയമില്ല. നടന്ന കേസുകളുണ്ട്, ഇപ്പം എസെൻഷ്യൽ പ്രാക്ടീസിന് വേണ്ടി നടന്ന പല കേസുകളുണ്ട്. അപ്പോൾ ആ കേസുകളിൽ ഒരു റിലീജിയൻ്റെ എസെൻഷ്യൽ പ്രാക്ടീസ് ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ദിസ് കണ്ടിന്യൂറ്റി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഹിജാബ് ധരിക്കാത്ത സ്ത്രീ മുസ്ലിം ആണോ അല്ലയോ? ആ മുസ്ലിം ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ല. ഞാൻ ദൈവമാണെന്ന് മാത്രമേ ഞാൻ പറയൂ. എന്റെ ബേസിക് ഒരു സംശയം, എന്തുകൊണ്ടാണ് ഇസ്ലാം പർദ്ദ ധരിക്കണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് പർദ്ദ ധരിക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ഫോളോ ചെയ്യുന്നത്? പർദ്ദ എന്നുള്ള ഡ്രസ് അതിലില്ല. പിന്നെ എന്തിനാണ് അത് ധരിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് ഇൻസിസ്റ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? ഒരു മിനിറ്റ്, നിങ്ങൾ വളരെ പേഴ്സണലായിട്ട് ഞാൻ പറയാം. ന്യൂസ് റൂം വിട്ടിറങ്ങുക, കണ്ണൂർ ജില്ലയിൽ പോയിക്കോ, നല്ല മുസ്ലിം പോപ്പുലേഷനുള്ള കുട്ടികൾ. ഇപ്പം വേണ്ട, കോളേജുകളിൽ ചെന്ന് പോയിക്കോ. പർദ്ദ ധരിച്ച് വരുന്ന കുട്ടികളോട്, ഉമ്മമാരോടല്ല ഞാൻ പറയുന്നത്, കുട്ടികളോട് നിങ്ങൾ ചോദ്യം ചോദിച്ചോ, എന്തുകൊണ്ടാണ് നിങ്ങൾ പർദ്ദ ധരിച്ചത്? പ്രത്യേകിച്ച് കണ്ണൂരൊക്കെയാണ് ഞാൻ കുറേ അധികം കണ്ടിട്ടുള്ളത്, അതുകൊണ്ട് കണ്ണൂരാണ് എടുത്ത് പറഞ്ഞത്. അവർ പർദ്ദ ധരിക്കുന്നത് അവരുടെ സൗകര്യത്തിനും കൂടി വേണ്ടിയാണ്. മതാചാരപ്രകാരം നിർബന്ധമായും ഞാനൊരു മാന്യമായ വസ്ത്രം ധരിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ മാന്യമായ വസ്ത്രത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതും എന്നാൽ ഭയങ്കര സൗകര്യപ്രദവുമായിട്ടുള്ളൊരു വസ്ത്രം എന്നുള്ള രൂപത്തിലാണ് പർദ്ദ ധരിക്കുന്നത്. അതിൽ ഉറപ്പായിട്ടും നിങ്ങൾ പോയി ചോദിച്ചോ, ഈ കുട്ടികൾ അധികവും അല്ലെങ്കിൽ അവർ സേഫ്റ്റിക്ക് നല്ല ഭയങ്കര കംഫർട്ടബിളാണ്. എൻ്റെ ഉമ്മ സ്കൂളിൽ പോകുന്ന സ്ത്രീയാണ്, ടീച്ചറാണ്. സാരി മാത്രം എടുത്തുകൊണ്ടിരുന്ന സ്ത്രീയാണ്. ഒരു 5-6 കൊല്ലം മുമ്പ് വെറുതെ പർദ്ദ ഇട്ട് തുടങ്ങിയതാണ്. ഉമ്മ ഇപ്പോൾ സാരി എടുക്കൂല. ഞാൻ പർദ്ദയെ വിശുദ്ധീകരിക്കുക, മറ്റേ ഒരു വിശുദ്ധ പട്ടം നൽകാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നൊന്നുമില്ല. അതിലൊരു ആന്റി വുമൺ ആയിട്ടൊരു സംഭവം ഫീൽ ചെയ്തിട്ടില്ല? ഇല്ല, പർദ്ദന്റെ ഉള്ളിൽ. കാരണം ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആയി കാണുന്നത് കൊണ്ടും അത് കണ്ടാൽ ആണുങ്ങൾക്ക് ഭയങ്കര ഇതാവുന്നുള്ളത് കൊണ്ടും ഒക്കെയല്ലേ അതിന്റെ ഒരു സൈക്കോളജി അതല്ലേ പുറകിൽ? അങ്ങനെയാണോ സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരിക്കുമ്പോൾ സ്ത്രീ മാത്രം ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആവുകയും പുരുഷൻ ഇതൊന്നും ബാധിക്കാതെ വരികയും എങ്ങനെയാണ് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? ഇതെന്താണെന്നറിയോ, ഇപ്പം അറേബ്യൻ നാടുകളിലേക്ക് നോക്കുക, പുരുഷന്മാരുടെ വസ്ത്രവും സ്ത്രീകളുടെ വസ്ത്രവും എന്നുള്ളത്. പക്ഷെ ഇതാണ് ഞാൻ പറയുന്നത്, കോണ്ടെക്സ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ. ഇവിടെ എന്താ പറയുക, ഇവിടെ വന്നിട്ടുള്ള ശൈലികൾ വ്യത്യാസം. ഇപ്പോഴുള്ള ഒരു പക്ഷേ നമ്മുടെ ഉമ്മമാരുടെ ജനറേഷനൊക്കെ വരെ ശരിയായിരിക്കും. മതപണ്ഡിതന്മാർ വന്ന് ക്ലാസ് എടുത്ത് പർദ്ദയെ ഇടാവൂ, പുറത്തിടരുത് എന്ന് പറഞ്ഞതുകൊണ്ട് അവരത് ചെയ്യുന്നുണ്ടാവും. പക്ഷേ എനിക്ക് 100% ഉറപ്പാണ്ട് എൻ്റെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു പ്രഭാഷണത്തിൻ്റെയും നിർബന്ധിത അടിസ്ഥാനത്തിലല്ല പർദ്ദ ധരിക്കുന്നത്. അത് ഇൻഡിവിജ്വൽ ചോയ്സ് ആയിട്ട് മാത്രമാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും.